ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ ന്യൂ FF ആണേ. ഇതാണ് നമ്മുടെ കഥയിലെ നായിക കല്യാണി എന്ന കല്ലു. ആള് ഭയങ്കര കുസൃതിക്കാരിയും വാശിക്കാരിയൊക്കെയാണ്. ആളൊരു ഫസ്റ്റ് ഇയർ PG സ്റ്റുഡൻ്റ് ആണ്. ആളുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ അവൾക്ക് വരുന്ന കല്യാണമല്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും കള്ളത്തിലൊപ്പിച്ച് മുടക്കുക എന്നുള്ളതാണ്. വീട്ടുകാർ കൊണ്ടുവരുന്ന എല്ലാ കല്യാണവും എങ്ങനെയെങ്കിലും മുടക്കും. അതായത് നമ്മൾ ഈ ചോക്ലേറ്റ് മൂവിയിൽ റോമ അവളെ കാണാൻ വരുമ്പോഴത്തേക്കും ഓരോ കല്യാണം മുടക്കുന്ന കണ്ടിട്ടില്ലേ? എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പി അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ വീട്ടുകാർ ഇവൾ കല്യാണം മുടക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടും ഈ കല്യാണാലോചന പെണ്ണ് കാണലെല്ലാം ഡേറ്റിംഗ് എല്ലാം തകൃതിയായിട്ട് നടക്കുന്നതിൻ്റെ കാരണം കല്ലൂനാണെങ്കിൽ 25 വയസ്സിനുള്ളിൽ തന്നെ കല്യാണം നടക്കണം. ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ കല്യാണം നടക്കാനായിട്ട് പാടാം. പിന്നെ 30-35 വയസ്സൊക്കെ ആകും പിന്നെ കല്യാണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവൾക്കാണെങ്കിൽ കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ല. മാക്സിമം എങ്ങനെയെങ്കിലും കല്യാണം മുടക്കുക, ഇതാണ് മെയിൻ പണി. ഹായ് ആർമിസേ, എന്നെ അറിയാലോ, ഞാൻ കുക്കി. ഈ എഡിറ്റർ മൊത്തം കള്ളം പറയുകയാണെന്നേ. എനിക്ക് കല്യാണത്തിനോടൊക്കെ ഒത്തിരി താല്പര്യമുണ്ട്. ഈ എഡിറ്റർ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. ദേ കുക്കി, നിന്നെ അറിയപ്പോൾ ഇങ്ങോട്ട് വിളിച്ചേ? അവിടെ മിണ്ടാതിരുന്നോണം കേട്ടല്ലോ. പിന്നെ ഒന്ന് പോ എഡിറ്റർ വെച്ചേ. ഞാൻ ഇവിടെ മിണ്ടാതിരുന്നാൽ പിന്നെ എൻ്റെ കല്യാണം മുടങ്ങത്തേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ മൂത്ത് നരച്ച് നിന്ന് പോത്തേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാതെ പിന്നെ ആര് സംസാരിക്കാനാ? ഓ, അതോർത്ത് നീ വിഷമിക്കണ്ട. നിന്നെ ആരും കെട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കോളാം, പോരെ? അയ്യേ, എനിക്കൊന്നും വേണ്ട. ഞാൻ കെട്ടുവാണെങ്കിൽ എൻ്റെ തെയ്യാട്ടനെ മാത്രമേ കെട്ടത്തുള്ളൂ. എന്നെ എങ്ങനെയെങ്കിലും തെയ്യാട്ടനായിട്ട് ഒന്ന് സെറ്റാക്കി തന്നാൽ മതി. അയ്യേ എന്നല്ലേ, ഞാൻ ഇപ്പം തന്നെ സെറ്റാക്കി തരാം കേട്ടാ. നിൻ്റെ ക്യാരക്ടർ ഞാൻ ഇതിനകത്ത് പൊളിച്ചെടുക്കും, കണ്ടോ? അപ്പം നീ എഡിറ്ററേ എന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലാ കേട്ടല്ലോ. അങ്ങനെ പറയല്ലേ എഡിറ്റർ കൊച്ചേ, ഞാൻ പാവല്ലേ. ഞാൻ പറയുന്ന പോലെ എല്ലാം കേട്ടോളാം. എന്നെ ഒന്ന് തേയാട്ടനായിട്ട് ഒന്ന് സെറ്റാക്കി തന്നാൽ മതി കേട്ടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എല്ലാം നിൻ്റെ അഭിനയം പോലെ ഇരിക്കും കേട്ടാ. സെറ്റാക്കണോ വേണ്ടയോ എന്നൊക്കെ. അപ്പോൾ ഇനി എനിക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ. എൻ്റെ ദൈവം, ഈ പപ്പയും മമ്മിയും കൊണ്ട് ഞാൻ തോറ്റ്. എത്രാമത്തെ കല്യാണം ഞാൻ ഈ മുടക്കുന്നത്? ഓരോ കോന്തന്മാരും രാവിലെ തന്നെ കുറ്റിയും പറിച്ച് വന്നോളും. ഓ, രാവിലെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. ഹായ്, കുറേ നേരമായോ വന്നിട്ട്? ഒരു ഹാഫ് ആൻ അവർ. അത് കുഴപ്പമില്ല, ഇരിക്ക്. ഓ സോറി, എന്തു പറയാനാന്നേ, ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു, അതാ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണാനാട്ടോ ഭംഗി. എന്തായാലും എനിക്കിഷ്ടമായി. തനിക്കോ? തനിക്കെന്നെ ഇഷ്ടമായോ? അത് സോറി, എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഞാൻ ഊഹിച്ചു ഇതായിരിക്കും തൻ്റെ മറുപടിയെന്ന്. അതെങ്ങനെ മനസ്സിലായി? പിന്നെ എന്തിനാ അതിനിത്ര ചിരിക്കുന്നേ? പിന്നെ ചിരിക്കാതെ. തൻ്റെ പേരൻസ് എന്നെ ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു, താനിന്ന് എന്നെ കാണാൻ വരുമ്പോൾ ഫസ്റ്റ് പറയാൻ പോണത് ഇഷ്ടമായില്ലെന്നായിരിക്കുമെന്ന്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഓ, അതെപ്പോ പപ്പ മമ്മി? അതല്ല, എനിക്ക് തന്നേന്നല്ല വേറെ ആരെയും എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല,
താൻ ഈ വരുന്ന കല്യാണം എല്ലാം മുടക്കുന്നുവെന്ന് തൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞു. അതാ ഞാൻ അങ്ങനെ ചോദിച്ചേ. എനിക്കെന്ത് കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ ഒടുക്കത്തെ പ്രേമമാണ്. ആണോ? അത് ഞാനെങ്ങനെ വിശ്വസിക്കും? വേറൊന്നുമല്ല, തൻ്റെ പേരൻസ് എന്നോട് പ്രത്യേകം പറഞ്ഞാണ് വിട്ടത്, താൻ എന്തെങ്കിലും കള്ളത്തരം കല്യാണം മുടക്കാൻ വേണ്ടി കാണിക്കുമെന്ന്. അപ്പോൾ ഇത് സത്യമാണോ എന്ന് ഞാനെങ്ങനെ അറിയും? പിന്നെ ഇത് തൻ്റെ കല്യാണം മുടക്കാനുള്ള അടവാണെങ്കിലോ ഞാനെങ്ങനെ തിരിച്ചറിയും? ഇതെൻ്റെ അടവൊന്നുമല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഒരാളായിട്ട് ഇഷ്ടത്തില്ല. ആള് വന്നിട്ടുണ്ട്, അവിടെ മാറി നിൽക്കുക. ആളിന് എന്നോട് വേറൊരാൾ മിണ്ടുന്നത് പോലും ഇഷ്ടമല്ല. ഭയങ്കര ജലസി ടൈപ്പാണ്. അതാ ഇങ്ങോട്ട് വരാതെ മാറി നിൽക്കുന്നത്. ആണോ? ആള് വന്നിട്ടുണ്ടോ? എന്നാൽ എനിക്ക് ആ കക്ഷീനെ ഒന്ന് കാണണമല്ലോ. താൻ അയാൾക്ക് വേണ്ടിയല്ലേ ഈ വരുന്ന കല്യാണാലോചനയെല്ലാം മുടക്കുന്നത്. അപ്പം എനിക്ക് എന്തായാലും ആളെ ഒന്ന് കാണണം. ഞാൻ നിങ്ങളുടെ കാര്യം വീട്ടിൽ പറഞ്ഞ് സെറ്റാക്കി തരാന്നേ. ഒന്ന് വിളിക്ക്. ഓ, പണി പാളി. അങ്ങനെ ഒരു ഇല്ലാത്ത ആളെ ഞാൻ എവിടെ പോയി കണ്ടുപിടിച്ചോണ്ട് വരും? എൻ്റെ ഈശ്വര. അത് ആള് അങ്ങോട്ട് മാറിയാ നിൽക്കുന്നത്. ആളിന് ഇങ്ങനൊന്നും വരുന്നത് ഇഷ്ടമല്ല. അതാ. അതൊന്നും കുഴപ്പമില്ലെന്നേ. താൻ ചെന്ന് വിളിച്ചാൽ വരാതിരിക്കോ? തൻ്റെ ബോയ് ഫ്രണ്ടല്ലേ. താൻ എന്തായാലും ചെന്ന് കൂട്ടിക്കൊണ്ടുപോവാ. അപ്പോൾ എനിക്കും തന്നെ വിശ്വാസമാകുമല്ലോ താൻ എന്നെ പറ്റിക്കുമല്ലെന്ന്. ചെല്ല്. ആ ശരി. അത് വേറൊന്നുമല്ല, ചേട്ടൻ കുറച്ച് നേരത്തേക്ക് എൻ്റെ ബോയ് ഫ്രണ്ടായിട്ടൊന്ന് ആക്ട് ചെയ്യാവോ? ബോയ് ഫ്രണ്ടായിട്ടോ? എന്തിന്? അത് ചേട്ടൻ ആയിരിക്കുന്ന ചേട്ടനെ കണ്ടോ? ആ കണ്ടു. ആരായാള്? അത് എന്നെ പെണ്ണ് കാണാൻ വന്ന ആളാ. അയാളുടെ മുമ്പിലാണ് ചേട്ടൻ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യേണ്ടത്. ഇപ്പം മനസ്സിലായി. തനിക്ക് ആ കല്യാണം മുടക്കണമായിരിക്കും. ഓക്കെ, അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് അയാൾ നമ്മളെ നോക്കുന്നത്. ചേട്ടൻ, ഞാൻ ചേട്ടൻ്റെ ഫസ്റ്റ് എന്ന പൂവ് എൻ്റെ കയ്യിലേക്ക് താ. ഓക്കെ, ഇന്നാ. ഓക്കെ, അയാൾ നോക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം. വാ. അതൊക്കെ പോവാം. ആളൊന്നവിടെ നിന്നേ. എന്താ? പോകാൻ വരട്ടെ. അതിന് നമ്മുടെ കാര്യമൊന്ന് ഡീലാക്കണ്ടേ? നമ്മുടെ കാര്യം എന്ത്? അത് കൊള്ളാം. ഞാൻ തന്നെ സഹായിക്കുമ്പോൾ എനിക്കെന്തെങ്കിലും നേട്ടം വേണ്ടേ? ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇനി പണമാണെങ്കിൽ എത്രയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം. എനിക്ക് പണമൊന്നും വേണ്ട. എന്താ വേണ്ടതെന്ന് ഞാൻ പിന്നെ പറയാം. ഫസ്റ്റ് തൻ്റെ കാര്യം നടക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. പിന്നെ ഞാൻ പറയുമ്പോൾ വാക്കുമെല്ലാം മാറ്റി പറഞ്ഞാലാണ്. കേട്ടല്ലോ? ആ ഒരു ഉറപ്പ് മതി എനിക്ക്. എന്ത്? അതൊക്കെ ഞാൻ വഴിയെ പറയാന്നേ. താനിപ്പോൾ വാ, തൻ്റെ കാര്യം ചെയ്യാം. എന്നിട്ട് അത് പയ്യെ പറയാന്നേ. വാ. എൻ്റെ ദൈവമേ, ഇത് അതിലും വലിയ കുരിശാകുമോ? എന്താ, താൻ വരുന്നില്ലേ? വരുക. അത് ഈ കാര്യം സോൾവ് ആക്കട്ടെ, ബാക്കി പിന്നെ നോക്കാം. നിങ്ങൾ വന്നോ? ഞാനോർത്ത് ഇത്ര നേരം കാണാഞ്ഞപ്പോൾ നിങ്ങൾ ആ വഴി മുങ്ങിക്കാണുമെന്ന്. എന്തായാലും
ഇരിക്ക്. ഹേ, അങ്ങനൊന്നുമില്ല. അവൾക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പേടിയായിരുന്നു. വീട്ടിൽ അറിഞ്ഞ പ്രശ്നമാകുമെന്ന് വെച്ച്. അതാ. അവൾക്ക് ഭയങ്കര പേടിയാന്നേ. ഞാൻ പലവട്ടം പറഞ്ഞാ വീട്ടിൽ പറയാം എല്ലാം ഒന്ന്. പക്ഷേ അവൾ സമ്മതിക്കില്ല. അതാ. നേരിൽ കണ്ടതിൽ സന്തോഷം. ഞാൻ വിചാരിച്ചു കല്യാണിയുടെ പേരൻസ് പറഞ്ഞതുപോലെ ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞായിരിക്കുമെന്ന്. അതാ ഞാൻ കാണണമെന്നൊക്കെ പറഞ്ഞേ. എന്തായാലും ഇപ്പോൾ വിശ്വാസമായില്ലേ ഞാൻ കള്ളം പറഞ്ഞതല്ലെന്ന്? എന്നാൽ ഞങ്ങൾ പോട്ടെ. അതൊക്കെ വിശ്വാസമായി. എന്നാലും നിങ്ങളെപ്പോലെ ഇത്രയും സ്നേഹിക്കുന്ന രണ്ടുപേരെ കണ്ടിട്ട് എങ്ങനെയാ നിങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കാതെ പോണത്? എനിക്ക് ചിലപ്പോൾ ഭാവിയിൽ ഉപകരിച്ചാലോ. അതുകൊണ്ട് പറ്റില്ലെന്ന് മാത്രം പറയല്ലേ. എൻ്റെ ഹ്യൂജ് റിക്വസ്റ്റാണ്. ആ ലവ് സ്റ്റോറി ഒന്ന് പറയാവോ? പിന്നെയും പെട്ട്. അതൊന്നും പറ്റില്ല. ഏട്ടന് കുറച്ച് ജോലി ഉണ്ട്. അതുകൊണ്ട് തിരക്കാ. ഞങ്ങൾക്ക് പോകണം. അതാ അല്ലേ ഏട്ടാ? അതൊന്നും കുഴപ്പമില്ല. നമ്മളോടൊരാൾ ഇത്ര ആശിച്ച് നമ്മുടെ ലവ് സ്റ്റോറി ചോദിച്ചല്ലേ. അപ്പോൾ എങ്ങനെ പറയാതിരിക്കുന്നേ? നമുക്ക് അതങ്ങ് പറഞ്ഞു കൊടുത്തേക്കാം. എന്തെടുത്ത് പറയാൻ? അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്താ കല്യാണി, തൻ്റെ ബോയ് ഫ്രണ്ട് പറയാൻ തയ്യാറാണല്ലോ, പിന്നെ താനെന്താ സമ്മതിക്കാത്തേ? അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് പോകണ്ടോണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളു. ഇയാളിനി എന്തും മണ്ടൻ കഥയാണോ എഴുന്നള്ളിക്കാൻ പോണത്? ഓക്കെ, എന്നാൽ ഞാൻ ഞങ്ങളുടെ സ്റ്റോറി പറയാം. ഞങ്ങളുടെ പ്രണയം ഒരു യാദൃച്ഛിക പ്രണയമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, ഏകദേശം അതുപോലെയൊക്കെയാണെന്ന് പറയാം. ഒരിക്കൽ ഞാൻ ഇവളെ കാണുന്നത് തികച്ചും യാദൃച്ഛികമായിട്ടാണ്. അതായത് ഒരു ട്രെയിനിൽ വെച്ച്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഓപ്പോസിറ്റ് ട്രെയിനിലായിരുന്നു എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അന്നൊരു ദിവസം ഇവളെ എൻ്റെ കണ്ണിൽപ്പെട്ടു. ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും നേർക്ക് നേരെ വന്നപ്പോൾ നോക്കി. ഞാനും നോക്കി, ഇവളും നോക്കി. ആദ്യമൊന്നും വലുതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ സ്ഥിരം കാണാൻ തുടങ്ങി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. പക്ഷെ ഒന്നും സംസാരിക്കാട്ടോ ചോദിക്കാട്ടോ ഒന്നുമില്ല. അങ്ങനെ ഇത് പതിവായി. അങ്ങനെ ഒരു ദിവസം ഞാൻ പതിവ് പോലെ ട്രെയിനിൽ ഇവളെ പ്രതീക്ഷിച്ച് ചെന്നപ്പോൾ ഇവളെ കണ്ടില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. എന്നിട്ടും ഇവളെ കണ്ടില്ല. അപ്പോഴാണ് എനിക്ക് ഇവളോട് എന്താണ് ഫീലിങ്സ് എന്ന് മനസ്സിലായത്. ഇവളെ കാണാഞ്ഞപ്പോൾ ചങ്ക് കിടന്ന് പിടയുന്ന പോലെ എനിക്കപ്പോൾ തോന്നിയത്. പിന്നെ 4ാമത്തെ ദിവസം ഇവൾ പതിവ് പോലെ ട്രെയിനിൽ വന്നു. ഞാനന്ന് ഇവൾക്കായിട്ട് കാത്തു നിൽക്കുമായിരുന്നു. ഞാൻ ഇവളിറങ്ങുന്ന അതേ സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി. എന്നിട്ട് ഇവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിന്നെ കാണാൻ സുന്ദരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുക. ആലോചിച്ച് മറുപടി പറയണം. നാളെ കാണാം. ഞാൻ കാത്തിരിക്കും നിൻ്റെ മറുപടിക്കായി. വാവ്, അടിപൊളി പ്രപ്പോസൽ സീൻ. കേട്ടിട്ട് കുളിരായിരുന്നു. എന്നിട്ട് മറുപടി എന്തു പറഞ്ഞു കല്യാണി? അത് ചോദിക്കാനെന്തിരിക്കുന്നു, ഇഷ്ടമാണെന്ന്. പിറ്റേ ദിവസം തന്നെ ഞാൻ മറുപടി എന്ന് ചോദിച്ചപ്പോൾ കല്യാണി
എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അല്ലേ കല്യാണി? ഓ, തൻ്റെ മറ്റവളാണോ പറഞ്ഞത് ഇഷ്ടമാണെന്ന്? എന്തായാലും സ്റ്റോറിയൊക്കെ കേട്ടില്ലേ, ഇനി ഞങ്ങൾ പൊക്കോട്ടെ? ശരി. എന്തായാലും എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇത്രയും നല്ല ഒരു പ്രണയകഥ കേൾക്കാൻ പറ്റിയില്ലേ? എനിവേ, താങ്ക്സ്. എന്നാൽ നിങ്ങൾ വിട്ടോ, ഞാനും ഇറങ്ങുക. പിന്നെ ചേട്ടാ, വീട്ടിൽ ചേട്ടന് ഇഷ്ടമായില്ലെന്നേ പറയാവുള്ളൂ, പ്ലീസ്. ഹേയ്, പ്ലീസ് ഒന്നും പറയണ്ട. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. നിങ്ങളുടെ ദിവ്യപ്രണയം ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടി നിൽക്കത്തില്ല. താങ്ക്സ് ചേട്ടാ. ശരി എന്നാൽ നമുക്ക് പോയാലോ? നമുക്ക് ഇറങ്ങാം. എന്നാൽ വാ കല്ലു, നമുക്ക് പോവാം. കല്ലു? അപ്പോൾ ബായ്. എല്ലാത്തിനും താങ്ക്സ്. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അഭിനയം? പിന്നെ നമ്മുടെ ലവ് സ്റ്റോറിയും? പിന്നെ അടിപൊളിയായിരുന്നു. അയാൾ മണ്ടനായോണ്ട് വിശ്വസിച്ച്. അയാൾ ആലയിപ്പായത് സിനിമ കാണാഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം പൊളിഞ്ഞേനെ. പിന്നെ താൻ എന്ത് ധൈര്യത്തിലാണോ ആ സിനിമാ കഥ മൊത്തം അവിടെ ഇരുന്ന് പറഞ്ഞത്? അയാൾ വല്ലതും പൊക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എല്ലാം പൊളിഞ്ഞേനെ. പൊക്കിയില്ലല്ലോ. പിന്നെ പെട്ടെന്നൊരു ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നെടുത്ത് പറയാനാ? എൻ്റെ മനസ്സിൽ അപ്പോൾ ആ സ്റ്റോറിയാണ് വന്നത്, അതാ ഞാൻ പറഞ്ഞേ. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, അയാളെല്ലാം വിശ്വസിച്ചല്ലോ. പിന്നെ തൻ്റെ കാര്യം നടന്നല്ലോ. ഇനി താൻ എനിക്ക് തന്ന വാക്ക് പാലിക്ക്, എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം. ഓക്കെ. എന്താന്ന് വെച്ചാൽ വേഗം പറയണം, എനിക്ക് പോണം. അത് കൊള്ളാം. കാര്യം കഴിഞ്ഞപ്പോൾ സംസാരത്തിൻ്റെ ട്യൂണൊക്കെ മാറുന്നല്ലോ. എൻ്റെ ട്യൂണൊന്നും മാറിയില്ല. താൻ എന്താന്ന് വെച്ചാൽ വേഗം ചോദിക്ക്. അതെന്തെങ്കിലും ആട്ടെ, എനിക്ക് വേറൊന്നും വേണ്ട. താൻ എൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നാൽ മതി. ഗേൾ ഫ്രണ്ടോ? അപ്പോൾ ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ. ബൈ.